എന്തൊക്കെയുണ്ട്? വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറച്ചില്ല, ഒരു സ്വസ്ഥതയില്ലായ്മ. അതാ അമ്മ ഓടി വന്നത്. എന്തൊക്കെയാ ചക്കി വിശേഷങ്ങള്? എന്താ മോളെ ഇത്? 5 വർഷത്തേക്ക് കുട്ടികൾ വേണ്ടാന്ന് അശ്വിനി. എന്നിട്ട് പറയാ ഈ മരുന്ന് സേഫാ, എന്നും കഴിക്കണോന്ന്. മോളെ, കുഞ്ഞുങ്ങളെ തരുന്നത് ഈശ്വരനാ. മരുന്നുകൊണ്ട് അതിനെ തടയുകയോ ക്ഷണിച്ചു വരുത്തുകയോ ചെയ്യരുത്. പിന്നതൊക്കെ ഒരുപാട് ദോഷം ചെയ്യും ജീവിതത്തിൽ. മക്കളെ, കുഞ്ഞുങ്ങളെ ഈശ്വരൻ തരുന്നതാ. മരുന്ന് കൊണ്ട് അതിനെ തടയുകയോ ക്ഷണിച്ചു വരുത്തുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് അമ്മ ആ ഗുളികകൾ വാങ്ങി നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് അശ്വിനിയുടെ GM-ന്റെ വക ഞങ്ങൾക്ക് ഡിന്നർ. രേവതിയുടെ അമ്മേ, എന്താണ് ഇപ്പൊ അവരുടെ പേര്? അശ്വിനിയുടെ അമ്മായിയമ്മ ആകത്തില്ലേ? അമ്മാവൻ വിളിച്ചോ? കുട്ടികൾ താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു. മോന്റെ GM-ന്റെ വീട്ടിൽ ഇന്ന് വിരുന്നാ. ബന്ധുക്കൾ വിളിച്ചാൽ വിരുന്നിന് പോകാൻ സമയമില്ല. ശങ്കരമംഗലത്തെ ജാനു പരാതി പറഞ്ഞു എന്നോട്. അവരൊക്കെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ, അല്ലാതെ തലക്കാച്ചിലുണ്ടോ ഇവരെ വിളിച്ചപ്പോ ഭക്ഷണം കൊടുക്കണമെന്ന്. ആ പെങ്കച്ചനോട് പറഞ്ഞേക്കണം, അയാളുടെ താളത്തിനനുസരിച്ചൊന്നും വേഷം കെട്ടാൻ നിൽക്കേണ്ടെന്ന്. ചേട്ടാ, ഇനിയിപ്പോ നിങ്ങളെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റുമോ? എന്റെ കാര്യം ഓർത്ത് അമ്മാവൻ വിഷമിക്കണ്ട. കാര്യം 2 പറമ്പിനപ്പുറത്താ തറവാട്. പക്ഷെ കാലം നന്നല്ല. ഞാനിവിടെ ഒറ്റയ്ക്കല്ല, പ്രസന്നനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവനെങ്ങനെ അകത്ത് കയറി? ഞാൻ ഈ ഉമ്മാർത്തിരുന്നിട്ട് കണ്ടിട്ടില്ലോ. ഓടുപൊടി ചകത്ത് കിടക്കുന്ന സാധനമാ അവൻ. ഞാൻ വന്നപ്പോ അമ്മാവനെ ഉമ്മർത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. ആഹാരം കഴിച്ചിട്ട് അമ്മാവന്റെ ചൊറിഞ്ഞ വർത്താനം കേട്ടാ മതി എന്ന് തീരുമാനിച്ച് അടുക്കള വഴി അകത്ത് കയറി. ചെറുക്കൻ കല്യാണം കഴിക്കേ അവന്റെ അമ്മായിയമ്മ ഇവിടെ വന്ന് താമസിക്കാനും തുടങ്ങിയപ്പോ നിനക്ക് വിരുന്നുണ്ടാനും വിധി വെക്കാനും ഒരു സ്ഥലമായി. മോന് ചോറ് മതിയായിരുന്നോ? തൃപ്തിയായി തൃപ്തിയായി. അമ്മയുടെ കൈപുണ്യവും നല്ലത്, സ്വഭാവവും നല്ലത്. കുടുംബത്തിൽ പിറന്നവരിങ്ങനെ, അല്ലാതെ കുഴുത്തിരുമ്പ് പിടിച്ച പുല്ലൊക്കെ. ഇവിടത്തേക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ വേണ്ട. അയ്യോ, അവിടത്തേക്ക് കുടി നിർത്തി. ഇപ്പൊ ചവയും വലിയും മാത്രമേ ഉള്ളൂ. അമ്മാവാ, നീ വന്നേ. നമ്മുടെ കുടുംബ മഹിമയെ പറ്റി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പേരുദോഷം കേൾപ്പിക്കരുത്. എന്തോന്ന് പേരുദോഷം? എന്താ പാടാ നാറി? അല്ല, ഇവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നിന്ന് അവസാനം ആ പാവപ്പെട്ട പെണ്ണും പിള്ളയെ കയറി ഭരിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ അനന്തരമാർക്കാന്റെ ചീത്തപ്പേര്. മര്യാദകേട് പറയരുത്. മര്യാദകേടാ. ഇത് കേട്ടാ തോന്നും ഇയാള് പഷ്ട പുള്ളിയാണെന്ന്. നമ്മുടെ കുടുംബത്തിൽ തെങ്ങ് കയറാമെന്ന കൊച്ചുരാമന്റെ ഭാര്യ ചെല്ലമ്മയ്ക്ക് ഈ അച്ചിലിട്ട് പൊരിച്ചെടുത്ത പോലെ ഒരെണ്ണത്തിനെ സൃഷ്ടിച്ചു കൊടുത്തതോ ലൈമാൻ പത്മാകരൻ. നാട്ടി പാട്ടാ. നീ കുണം പിടിക്കാത്ത എന്താണെന്ന് മനസ്സിലായോ? അമ്മാവനെ ഒന്ന് കുണദോഷിച്ചെന്ന് കരുതി എനിക്കിത്തിരി കുണം പിടിക്കാതെ പണങ്ങി പോട്ടെ. എടാ, അമ്മാവൻ എന്ന സ്ഥാനത്തെ മാനിച്ചില്ലെങ്കിലും പ്രായത്തെങ്കിലും മാനിക്കണം. അണ്ണാ മൂത്തെന്ന് കരുതി മരം കയറ്റ മറക്കുവോ? അമ്മാവൻ ഉദ്ദേശിക്കുന്ന പോലല്ല. സ്ത്രീ പീഡനമൊക്കെ ഇപ്പൊ ഭയങ്കര പ്രശ്നമാ. കണ്ണടച്ച് കാണിക്കണം. അമ്മാവന് കഥകളി അറിയാവോ? പ്രസന്നന്റെ ഭാര്യ ശാരദയോട് അമ്മാവനൊന്ന് സംസാരിച്ചാ ഇവരുടെ പ്രശ്നം തീരില്ലേ? ഫസ്റ്റ് കല്യാണത്തിന് മുമ്പ് അമ്മാവൻ ഒന്ന് സംസാരിച്ചതിൻ്റെയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. തന്നെയുമല്ല, ഞാനൊരു ജീവിതം മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കുക. ജീവിതം മാറ്റിപ്പിടിക്കാനോ? അതെ അമ്മേ. പുകഞ്ഞ കൊള്ളി പുറത്തൊന്ന് കേട്ടിട്ടുണ്ടോ? കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് ഇവന്റെ ഭാര്യ ഇവന്റെ പുറത്ത് തീക്കൊള്ളിക്ക് കുത്തി. അതിന്റെ പുകച്ചിന് മാറിയില്ലോടാ. ഉദാഹരണം പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവേകം വേണം. നിങ്ങൾ അമ്മാവനും അനന്തരവനും മുന്നാളാണോ? മുന്നാളല്ല, ഇന്നാളാ. എന്റെ ഭാഗത്ത് എന്ത് വീഴ്ച വരുമ്പോഴും എന്റെ അമ്മ പറയും ഇവൻ ആ മൂപ്പിലാന്റെ സ്വഭാവമാണെന്ന്. ആരുടെ? ഈ അമ്മാവന്റെ. ഒരനന്തരവൻ അമ്മാവനെ അന്ധമായി അനുകരിക്കുമ്പോൾ മനസ്സിലാക്കണം ഈ മൂപ്പീന്നിനോടുള്ള എന്റെ സ്നേഹം. നീ എന്നെ അങ്ങനെ അങ്ങ് മൂപ്പിക്കരുതേ. വഴിതെറ്റിപ്പോയിരിക്കാൻ വേണ്ടി പ്രായം ഓർമ്മിപ്പിച്ചതാ. അമ്മാവാ, എന്റെ കൂടെ ട്രാഫിക്കിൽ ഒരു വിലാസിനി. ഞങ്ങൾ ഒരുമിച്ച് അപ്പുറവും ഇപ്പുറവും ട്രാഫിക്കിൽ നിൽക്കും. വണ്ടി കംപ്ലീറ്റ് ബ്ലോക്കാകും. കാരണം എന്താ? ഞാൻ അവളുടെയും അവൾ എൻ്റെയും കിറുക്കിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. ഞങ്ങളെ ബ്ലോക്കാകാതിരിക്കും. ഞങ്ങൾ ഏറെക്കുറെ ഒരു ധാരണയിലെത്തിയിരിക്കെ. ഇനി ഔദ്യോഗികമായൊരു ഇടപെടൽ ഉണ്ടാകണം കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന്. ദാറ്റ്സ് ഓൾ. നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല.
ദാറ്റ്സ് ഓൾ. ഓ, തവള നിൽക്കുന്ന പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അമ്മയോട് ഈ വിവരം ഒരുവിധം പറഞ്ഞൊപ്പിച്ചിട്ട് എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നേ. വീട്ടിൽ കയറി പോരുതെന്ന്. ഇങ്ങേരുടെ പെങ്ങളല്ലേ, എങ്ങനെ ശരിയാകും? അമ്മ വാ, ജവാന്റെ ഒരു ഫുള്ള് മേടിച്ചു തരാം. എന്റെ കൂടെ വന്ന് ഈ കാര്യം സാധിച്ചു തരുമോ? ലിറ്റർ മേടിച്ചു തരാം. അവനിങ്ങ് വരട്ടെ, നിന്റെ ഇവിടുത്തെ കയറ്റം ഞാൻ നിർത്തി തരാളാ. അല്ല, നിന്റെ ജവാന് കുട്ടികളെത്തിയിട്ടുണ്ട്. കുഞ്ഞെ, നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോടി. അയ്യോ, ഇത് അമ്മാവനാ, പേടിക്കണ്ട. വിരുന്നിനെന്നും പറഞ്ഞ് ഒരുങ്ങി പോട്ടെ. എന്ത് പറ്റി മക്കളെ? വണ്ടിയിലിട്ട് നിന്നെ അവൻ പീഡിപ്പിച്ചോടി. ആഹാ. എന്താ മോളെ, എന്താ ചക്കി ഉണ്ടായേ? നിങ്ങൾ ഈ ശവത്തിനെ എങ്ങനെ തല വളർത്തി വെച്ചിരിക്കുന്നത്? എന്താ മോനെ? മനുഷ്യൻ നാണം കെട്ട് വന്ന് നിൽക്കുക, തൊലി പൊളിഞ്ഞു വന്ന് നിൽക്കുക. GM-ന്റെ വീട്ടിൽ ഡിന്നർ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഓഫീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ഫാമിലി. എന്നെ പോലൊരുത്തൻ അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമെന്താ അവർക്ക്? 3 കോഴ്സ് ഡിന്നർ. പച്ച പുല്ല് മാത്രം തിന്നുന്ന ഈ പശു ഡൈനിങ് ഹാളിൽ ഭക്ഷണത്തിന് മുന്നിലിരുന്ന് ഛർദ്ദിച്ചു. ടേബിൾ മാനേഴ്സ് അറിയാത്ത അൺകൾച്ചർഡ് റാസ്കൽ. പലതരം ഇറച്ചി മീനും കണ്ടപ്പോ അതിന്റെ മണം അടിച്ചപ്പോ ശീലമില്ലാത്ത കാര്യങ്ങൾക്ക് മുന്നിൽ മനം പുരട്ടി. എവിടെന്ന് കെട്ടിയെടുത്തു ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തെ എന്ന രീതിയിലാ എല്ലാരും എന്നെ നോക്കിയത്. വിരുന്നൊരുക്കിയ ആതിഥേയരോട് മുഖ്യ അതിഥികൾ. അയ്യേ, അവരുടെ ഒരു നല്ല സായന്നത്തെയാ ഈ വൃത്തികെട്ട നായ്. ഈശ്വര, ഏത് നേരത്തെ ഇങ്ങനെ ഒരു പിശാചിനെ കിട്ടാൻ തോന്നിയോ?